നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനും വരാം. സുവാരസ് നിലപാടെടുക്കുകയാണ്. വേൾഡ് കപ്പ് കളിക്കാൻ എന്നെ വിളിച്ചാൽ ഞാൻ വരും. 2024 ഉറുഗ്വായ് ടീമിൽ നിന്ന് വിരമിച്ചയാളാണ് ലൂയിസ് സുവാരസ്. അവർക്ക് വേണ്ടി 143 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് 69 ഗോളുകളൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ കോച്ച് ബിയൽസയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹം പിന്നീട് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കലും പ്രഖ്യാപിച്ചു. ഇപ്പോൾ അദ്ദേഹം ലൂയിസ് സുവാരസ് 39 വയസ്സുള്ള ആളാണേ. വേണമെങ്കിൽ വേൾഡ് കപ്പ് കളിക്കാൻ താൻ റെഡിയാണ്. ഉറുഗ്വായ് ടീമിന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ റെഡി എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇന്നലെ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇന്റർ മയാമിക്ക് വേണ്ടി ലിയോ മെസ്സിക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അതായത് US-ലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുക. അദ്ദേഹം പറയുന്നു, അന്ന് ബിയൽസയുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും അന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് ഓവറായിപ്പോയി. അന്ന് ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല. ഐ സെഡ് സംതിങ് ഐ ഷുഡൻറ്റ് ഹാവ് സെഡ്. ഞാൻ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അന്ന് പറഞ്ഞു പോയി. ഏതായാലും മിസ്റ്റേക്കുകൾ എല്ലാവർക്കും പറ്റും. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു പോയല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നിപ്പോൾ വേൾഡ് കപ്പ് കളിക്കാൻ അദ്ദേഹം റെഡിയാകുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മറുപടി, ശരിയാണ്, ഞാൻ ദേശീയ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്തത് മുതൽ സത്യം പറഞ്ഞാൽ ഫുട്ബോളിനോടുള്ള ഒരു പാഷൻ ഇങ്ങനെ എന്നിൽ നിന്ന് ഫെയ്ഡ് ആവുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്കത് തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഉറുഗ്വായ് ടീമിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ, വേൾഡ് കപ്പിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നോ എന്ന് പറയൂല. എൻ്റെ രാജ്യത്തോട് ഒരിക്കലും നോ എന്ന് പറയൂല. ഐ വിൽ നെവർ സേ നോ ടു മൈ കൺട്രി. സോ ഞാനിപ്പോഴും കളിക്കുന്നുണ്ട്. ഇപ്പോഴും ഫുട്ബോളുമായിട്ട് റിലവൻ്റായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാനിവിടെയുണ്ട്. വേണമെങ്കിൽ ഞാൻ നോ എന്ന് പറയില്ല, ടീമിനോടൊപ്പം കളിക്കും, വേൾഡ് കപ്പ് കളിക്കാൻ റെഡിയാണ് എന്നാണിപ്പോൾ സുവാരസ് പറയുന്നത്. ഏതായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. എന്നാൽ ഇപ്പോഴത്തെ ഉറുഗ്വായ് ടീമിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഇൻക്രെഡിബിൾ പ്ലെയേഴ്സ് ഉണ്ട്. ഗോൾ എന്ന് പറഞ്ഞാൽ ഉറുഗ്വായ്ക്ക് ഇതൊരു മികച്ച വേൾഡ് കപ്പ് ആവണം. ആസ് ഫാർ ആസ് പോസിബിൾ മുന്നോട്ട് പോകണം, അതാണ് ലക്ഷ്യം. എന്തായാലും ഉറുഗ്വായ്ക്ക് നല്ലത് വരട്ടെ വേൾഡ് കപ്പിൽ എന്നുകൂടി ലൂയിസ് സുവാരസ് പറയുന്നുണ്ട്. ഉറുഗ്വായെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിൽ അവരുടെ ആദ്യ മത്സരം സൗദി അറേബ്യക്കെതിരെയാണ്. സ്പെയിനും കേപ്പ് വെർദെയും സൗദി അറേബ്യയുമാണ് അവരുടെ ഗ്രൂപ്പ് Hലെ മറ്റ് ടീമുകൾ. സോ കിടിലൻ പോരാട്ടങ്ങൾ വരാനിരിക്കുന്നു. ലൂയിസ് സുവാരസിനെ കോച്ച് ഇനിയിപ്പോൾ 39-ാം വയസ്സിൽ സ്ക്വാഡിൽ എടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം നമുക്കറിയാം, ഹാബിർ മഷ്റാനോ ഇന്റർ മയാമിയുടെ കോച്ചായ സമയത്ത് അദ്ദേഹത്തെ പ്ലേയിങ് 11-ൽ നിന്ന് സ്റ്റാർട്ടിങ് 11-ൽ നിന്നൊക്കെ മാറ്റിയിരുന്നു. അപ്പോൾ പുതിയ കോച്ച് പക്ഷേ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 39-ാമത്തെ വയസ്സിൽ അത്ര മികച്ച പ്രകടനം നടത്താത്ത പഴയ മികവിൻ്റെ നിഴൽ മാത്രമായ സുവാരസിനെ ഇനിയിപ്പോൾ സ്ക്വാഡിലേക്ക് എടുക്കുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.